അതേ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെ പേരും കൂടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ് ജയിക്കുമെന്ന് അല്ലേ? കോൺഗ്രസ് നേതാവിന് ഒരാളുടെ പേര് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാലോ കോൺഗ്രസ് ജയിക്കും, UDF ജയിക്കും എന്നറിയാലോ അദ്ദേഹത്തിന്. അത്രയും മതി എനിക്ക് സന്തോഷമായി. അല്ല എന്നെ പറഞ്ഞോട്ടെ, എന്നെ എന്ത് വേണേലും പറഞ്ഞു. അതല്ല അതിനേക്കാളും മോശമാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവായ പിന്നെ തവളെ പോലെ ചീർത്തെന്ന് പറഞ്ഞു ഇല്ലേ? പിന്നെ ഞാൻ പന്നനാണ്, വൃത്തികെട്ടവനാണ്, അതൊക്കെ പറഞ്ഞു. 90 വയസ്സായില്ലേ, ഞാൻ എങ്ങനെ തിരിച്ചു വരണത്? അദ്ദേഹത്തിന് 90 വയസ്സായി. അല്ല അദ്ദേഹത്തിന് 90 വയസ്സായി. ഞാൻ വല്ലതും പറഞ്ഞാൽ അതിലെ ബാക്കി ഉണ്ടാവുള്ളൂ. എന്നെ പറഞ്ഞതൊക്കെ പോവില്ലേ? ഞാൻ ഒന്നും പറയില്ല. 90 വയസ്സായിന്ന്. മങ്കടയിൽ ഉൾപ്പെടെ SDPI പിന്തുണ CPM-നാണെന്നും അതേ സാധനം പല സ്ഥലത്തും ആവർത്തിക്കുന്നുണ്ടെന്നും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആരോപണം ശരിയാണോ? അല്ല, അദ്ദേഹം അത് പഠിച്ചിട്ടായിരിക്കും പറഞ്ഞത്. പഠിക്കാതെ പറയോ? പഠിക്കാതെ പറയും. പാലക്കാടും UDF ചിത്രത്തിലേ ഇല്ലാന്നാണ് ഇപ്പോൾ നേതാക്കൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അവിടെ ഞങ്ങളുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി മുൻ MLA ശബരിനാഥാണ് മത്സരിക്കുന്നത്. ശബരിനാഥ്. അത് ശിവൻകുട്ടി മനസ്സിലാക്കിക്കൊള്ളത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ. പിന്നെ പാലക്കാട് ഞങ്ങൾ 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ്. 18,000 വോട്ടിന് ജയിച്ച സീറ്റാണ്. അല്ല 18,000 ഇവിടെ CPM പരിതാപകരമായ 3-ാം സ്ഥാനത്താണ് ഈ പാലക്കാട്.